ഹലോ, നമസ്കാരം. ജോസ് കാച്ചപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. സുരക്ഷിതത്വം പ്രധാന മൂലധനമായ ഒരു സംരംഭത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? സാധാരണ ഒരു സംരംഭം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാന മൂലധനം എന്ന് പറയുന്നത് പണമാണ്. പിന്നെ മെഷീനറി വരുന്നു, കെട്ടിടങ്ങൾ വരുന്നു, ഇൻഫ്രാസ്ട്രക്ചർ വരുന്നു. പക്ഷേ ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ട്, ഒരുപക്ഷെ ഇതിന് പകരമായിട്ട്, സുരക്ഷിതത്വം ഒരു പ്രധാന മൂലധനമായി വരുന്ന ഒരു സംരംഭം ഉണ്ടെങ്കിലോ? എന്നാൽ അങ്ങനെ ഒരു സംരംഭമുണ്ട്. ഈ സംരംഭത്തിൽ പ്രധാനപ്പെട്ട ഉൽപ്പന്നം എന്ന് പറയുന്നത് മുട്ടകളാണ്. മുട്ടകൾ എന്ന് പറയുന്നത് കൊണ്ട് അത് കോഴിമുട്ടയും താറാമുട്ടയും കാടമുട്ടയും ഒക്കെ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇത് സൂര്യമുട്ടകളാണ്, എഗ്സ് ഓഫ് ദ സൺ. ഇത് ഒരു മാമ്പഴത്തിൻ്റെ പേരാണ്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ മാമ്പഴം മിയാസാക്കി. ഈ മാമ്പഴത്തിൻ്റെ മറ്റൊരു വിളിപ്പേരാണ് സൂര്യമുട്ടകളെന്ന്. നല്ല പഴുത്ത മിയാസാക്കി മാമ്പഴം ഒരു പർപ്പിൾ കളറിലാണ് കാണപ്പെടുക. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ മാമ്പഴത്തിന് സൂര്യമുട്ടകൾ, എഗ്സ് ഓഫ് ദ സൺ എന്ന ഒരു വിളിപ്പേര് വന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാമ്പഴ ഉൽപാദനത്തിന്, അല്ലെങ്കിൽ മാമ്പഴമെന്ന ഈ ഉൽപ്പന്നത്തിന് സുരക്ഷിതത്വം ഒരു പ്രധാന ഘടകമാകുന്നത്? അതിന് പ്രധാന കാരണം അതിൻ്റെ വില തന്നെയാണ്. മിയാസാക്കി മാമ്പഴത്തിന് ജപ്പാനിൽ 2.5 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെയാണ് ഒരു കിലോയ്ക്ക്. അപ്പോൾ അത്രയും വിലയേറിയ ഒരു മാമ്പഴം അത് നിങ്ങളുടെ വീട്ടിലോ പറമ്പിലോ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും ആദ്യം മുതൽ മുടക്കേണ്ടത് സുരക്ഷിതത്വത്തിലാണ്. സേഫ്റ്റി, സെക്യൂരിറ്റി. കാരണം ഇത്രയും വിലയേറിയ ഈ മാമ്പഴം നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആവശ്യത്തിന് സെക്യൂരിറ്റി ഇല്ലെങ്കിൽ അത് എപ്പോഴേ മോഷണം പോകും. പിന്നെ നിങ്ങൾ എന്തുമാത്രം പണമോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെല്ലാം കാര്യങ്ങളോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ഈ മാമ്പഴത്തിന് സാധാരണ മാമ്പഴങ്ങളേക്കാൾ 25% കൂടുതൽ പഞ്ചസാര ഉണ്ടാകും എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും സ്വാദിഷ്ടമായ, ഏറ്റവും മധുരമുള്ള മാമ്പഴവും ഈ മിയാസാക്കി തന്നെ ആയിരിക്കും. ഈ എക്സ്ട്രാ പഞ്ചസാര അല്ലെങ്കിൽ ഇതിൻ്റെ ഈ അധികം മധുരമായിരിക്കാം ഒരുപക്ഷെ ഇതിന് ഇത്രയേറെ വിലയുണ്ടാക്കുന്നത്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഈ മാമ്പഴം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അതിനനുസരിച്ചുള്ള ഒരു സുരക്ഷിതത്വം, CCTV, ഗേറ്റ്, മതിൽ, അങ്ങനെ അല്ലെങ്കിൽ സെക്യൂരിറ്റി, അങ്ങനെ ഒരു തരത്തിലും ഈ മാമ്പഴം കളവ് പോകാതിരിക്കാനുള്ള ഒരു സംവിധാനം നിങ്ങൾക്കുണ്ടാകണം. അപ്പോൾ ഈ മാമ്പഴത്തിൻ്റെ വിത്തുകൾ മുളപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല, അത് ഫലപ്രദവുമല്ല. പകരം ഈ മാമ്പഴത്തിൻ്റെ തൈകൾ അത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമൊക്കെ വാങ്ങാൻ കിട്ടും. ഇനി പെപ്പി ഫ്ലോറയിൽ നിന്നാണെങ്കിൽ മാമ്പഴത്തോട് കൂടിയ തൈകൾ അല്ലെങ്കിൽ ചെറിയ മിയാസാക്കി മരങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. ഈ തൈയുടെ വലിപ്പത്തിനനുസരിച്ച് ശരാശരി ഒരു 300-നും 1500-നും ഇടയിൽ ഇതിന് വിലയുണ്ടാകും. കേരളത്തിലാണെങ്കിൽ ഗ്രീൻ ഹട്ട് ഗാർഡൻസിലും ഇത് ലഭ്യമായിരിക്കും. ലോകത്തിലെ ഏറ്റവും വിലയേറിയ, ഏറ്റവും കൂടുതൽ പഞ്ചസാരയുള്ള ഈ മാമ്പഴം, അതിൻ്റെ ഒരു സംരംഭം ഒന്ന് രുചിച്ചു നോക്കിയാലോ?
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.